ശരി, ലാൽകുമാർ ഈ പറയുന്ന കാര്യങ്ങൾ അനിൽ ബോസ് പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങളൊന്നും അവർ മറച്ചു പിടിക്കാനല്ല. രാഹുൽ ഗാന്ധി എവിടെയും ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ക്ഷുഭിത യൗവനമായി ഇപ്പോഴും ഈ CPM-നെ എതിർത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇങ്ങനെ ഓടി നടന്ന് ഇന്ന് ഡൽഹിക്ക് പോയിരിക്കുന്നു. അല്ല, അനിൽ ബോസിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ആ പാർട്ടിയുടെ വക്താവാണ് അദ്ദേഹം. അപ്പോൾ അതിനകത്ത് ഞാൻ സർപ്രൈസ്ഡ് ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബ്രദർ ലോയെ എന്നുവെച്ചാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ ED വേട്ടയാടുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കൗതുകകരമായി തോന്നിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ആ പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് വരാം, ഈ എക്സാമ്പിളിൽ കൂടെ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റോബർട്ട് വധരയ്ക്ക് പൂർണ്ണമായ അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റോബർട്ട് വധര കോൺഗ്രസിനല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുത്തത്, അത് BJPക്കാണ്. നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു ഐറണി തോന്നില്ലേ? നമ്മൾ സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആദ്യത്തെ 3 പേരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രിയങ്ക ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അവരുടെ മക്കൾ അല്ലേ? അതിനകത്ത് നിൽക്കുന്ന വെച്ചാൽ അത്രയും കോൺഗ്രസിൻ്റെ ക്രീമായി നിൽക്കുന്ന ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ പീക്ക് എന്ന് പറയുന്ന കോൺഗ്രസ് BJP തന്നെ പറയുന്നതാണ് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്നല്ലേ? ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലെ ഈ പറയുന്ന റോബർട്ട് വധര കൊടുക്കുന്ന പണം ആർക്ക് ചെല്ലുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനല്ല ചെല്ലുന്നത്, അത് BJPക്കാണ് ചെല്ലുന്നത്. ആ BJPക്ക് ചെല്ലുന്ന വധരയാണ് ഇന്നലെ അദ്ദേഹം താലോലിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു അന്തർധാരയില്ലേ? എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുവാണ് ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ. കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇവർ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ നോർത്ത് ഇന്ത്യൻ ഹാർട്ട് ലാൻഡിൽ കളിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ കാര്യമാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഹാർഡ് ലൈൻ ഹിന്ദുത്വ കളിക്കുന്ന BJPയുടെ മുന്നിൽ സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ച് എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പല സന്ദർഭങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ കാര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. കോൺഗ്രസ് കേരളത്തിലേക്ക് വരുമ്പം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയിപ്പിക്കുന്നു. എന്താണ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേതാവായിരിക്കാം ചിലപ്പം രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ ഫേസ് വാല്യൂ ഉള്ളവരാണ്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വന്ന് ഹീസ് മേക്കിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് പിണറായി വിജയൻ ആൻഡ് CPIM. എന്തുകൊണ്ട്? കാര്യം അടുത്ത തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം CPIM എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് CPIM ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം അനിൽ ബോസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അനിൽ ബോസ് പറഞ്ഞ കാര്യം ഈ CPIM ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതായിരുന്നെങ്കിലും നമുക്ക് രാഷ്ട്രീയ വിമർശനമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. കാര്യം രാഷ്ട്രീയ വിമർശനമായിട്ട് എടുക്കാം, പക്ഷേ ഇതിനെ രാഷ്ട്രീയ വിമർശനമായിട്ട് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം അതിന് മേളിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസ് ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നില്ലേ എന്ന് പറയുന്നത് എൻ്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനമാണ്. അതേ ലൈനിൽ അനിൽ ബോസിൻ്റെ രാഷ്ട്രീയ പക്വതയിൽ നിന്നാണ് അനിൽ ബോസ് കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ അനിൽ ബോസ് പിണറായി വിജയൻ കളിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദു അപ്പീസ്മെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിമർശനം വെക്കാം. പക്ഷേ അതല്ല രാഹുൽ ഗാന്ധി വെക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കേരളത്തിൽ നിന്ന് ഉള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കുറച്ച് പേരല്ലേ ഉള്ളൂ. അതിനകത്ത് പ്രമുഖനായ ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമാണ്. അദ്ദേഹത്തിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പോലും പുറത്താക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം അദ്ദേഹം BJPയിലേക്ക് പോയാൽ നിലനിർത്താതിരിക്കാനായിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കാത്തതെന്നൊക്കെയുള്ള ന്യായങ്ങൾ കോൺഗ്രസ് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയോ? ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിണറായി വിജയൻ്റെ കാര്യം പോട്ടെ, BJP വെച്ചാൽ കോൺഗ്രസ് തന്നെ ഏറ്റവും നീചപ്രവൃത്തിയിൽ നിൽക്കുന്ന ആളാണ്, ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള പ്രമുഖനായ മുൻ മന്ത്രിയായ കോൺഗ്രസ്സുകാരനായ ശശി തരൂരാന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു.